എന്താ ജിത്തു മോനെ എന്താണ് പറയ്? നീ ആ വഴിയാണ്ടോ? ഈ വഴി നീ ആ വഴിയുണ്ടോ? നമ്മള് വന്ന വഴിയാ. കേരളത്തിൽ നമ്മളിവിടെ എവിടുന്ന് വരാം? നമ്മള് കേരളത്തിൽ നിന്ന് വന്നേ. കേരളത്തിൽ ഫ്ലൈറ്റിന് ദുബായിക്ക് വന്ന്. ജിത്തുന് എങ്ങനത്തെ പെണ്ണിനെ കിട്ടണെന്ന് അറിയോ? മറ്റേ പിന്നെ തേച്ചു പോയില്ലേ ഫസി. എടാ വഴി നോക്കാലേ, അവിടം വരെ എത്തിക്കണ്. എവിടുന്ന് വന്ന് മോനെ നമ്മള് കേറുമ്പോ ഈ മല ഒന്നും കണ്ടില്ല സുഹൃത്തെ. ഇതിന്റെ അങ്ങനെയുള്ള അറ്റാണെന്ന്. ഇതൊക്കെ നമ്മള് കണ്ടണോ? ഒന്നുമില്ല. ഇനി നമ്മള് കേറാൻ പോണത് ഇതിന്റെ മേലെ കേട്ടോ. അവിടെ ഒരു ഷേപ്പ് ഉണ്ട് ജി, കുന്നംകുളം ബസ് സ്റ്റാൻഡ് പോലെ ഒരു ഷേപ്പ് ഉണ്ട് അവിടെ. അതടിച്ചു നോക്ക്, സാറ്റലൈറ്റ് നോക്ക്. കുന്നംകുളം എന്റെ സ്ഥലല്ലേ? ആ ബസ് സ്റ്റാൻഡ് കണ്ടിട്ടില്ല? ഏത് പൊക്കത്ത് നോക്കുമ്പോ മറ്റേ പൂമാരിക്കണല്ലേ? കൂളാവണ്ട ജിത്തേ. കേറിയാലോ? കേറാം. മണി ഏതാ പിടിച്ചിരിക്കണേ? അങ്ങനെ പറയുന്നു. ഹലോ, ഈ പോയിന്റ് ഒന്നല്ല ബാഗ് എടുക്കാറിന്. ഞാൻ ടീഷർട്ടേ ബാഗിലിട്ടെ, അതാകുമ്പോ ചമക്കണ്ടല്ലോ. കണ്ണുമ്പത്തിന് ഇത് ഞാനേ ഒരു ട്രിക്ക് ചെയ്യാൻ പോണേ. ഇന്ന് വരെ ആരും ചെയ്തിട്ടുണ്ടാവില്ല. ഇത് വ്ളോഗ് എടുക്കണ്ടോ? ട്രൈപോഡ് വേണേടാ. അത് മൈക്ക് സെറ്റ് ആയില്ലേ ജിത്തേ? പോയ ജംഷായി കാര്യം ചെയ്തോ? അതിനകത്ത് കുറച്ച് രോമല്ല അതിൽ വെച്ചു. അത് പോടാ. താനും മൈക്ക് എവിടെ നോക്കി കടുക്കനാ? എനിക്കുണ്ടായിരുന്നു ബാലൻ. പിന്നീടുണ്ടായ കഥകൾ പറഞ്ഞുതരാം. 2.5 മില്യൺ. ഞാൻ വ്യൂ കാണിക്കട്ടെ. നമ്മൾ കേറി വന്ന സ്ഥലം ഇപ്പൊ എത്ര? എടാ ആ ട്രാക്കർ എടുക്ക, എത്ര കിലോമീറ്റർ ആയി നോക്കിയൊക്കെ ജിത്തേ. ഇനി 3/4 കിലോമീറ്റർ കൂടി. എനിക്ക് തോന്നുന്നില്ലടാ 7ൽ നിക്കുന്നു. ഒരു അതിശോക്തിക്കാരോ പറഞ്ഞതാവാം 7 കിലോമീറ്റർ. 4.5 കിലോമീറ്റർ ആയിട്ടുള്ളൂ. അപ്പൊ ഇനി 3 കിലോമീറ്ററോ? പിന്നെ ആശിക വേറൊരു കാര്യമുണ്ട്. 4.5 കിലോമീറ്റർ ജസ്റ്റ് ഒരു വാക്കല്ല, ഹൈക്ക് ചെയ്തു പോലെ. അപ്പം നമുക്ക് എന്താ പറയുക, അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും സ്റ്റാമിനൊക്കെ ഇതിന് ആവശ്യമുണ്ട്. എന്താ ജിത്തു എനിക്ക് പറയാനുള്ളത്? മുന്നിൽ കുണ്ടിയ കിട്ടും. എടാ കുണ്ടി കണ്ണു വെക്കല്ലേ. സൗദിൻ്റെ കുണ്ടി തരാം, കുറച്ചു നേരം എടുത്തു. ദൈവമേ, നമ്മൾ നടക്കണേ വേണ്ടേ? വെറുതെ അത് ഷോർട്ട് കട്ട് എടുത്ത് കരച്ചില്ലേ പഠിച്ചോളി. അടുത്ത പോയിന്റ് അതാട്ടോ. ഏതാ പഠിച്ചോനെ? എവിടെ? അത് നല്ല ലോങ് ആടാ ആശിക്കേ. അത്ര ലോങ് ഒന്നുമില്ല. സൗദ എന്താ പറയണേ? അള്ളാനെ ഇപ്പൊ എത്ര വട്ടം വിളിച്ചു അല്ലേ? എടാ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണേ. അടുത്ത പ്രാവശ്യം ഉണ്ടല്ലോ ഇരിപ്പുള്ള സാധനം എടുക്കും ജിത്തോ. എനിക്ക് ഇതിൽ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ബിക്കോസ് ജി ഒരുപാട് കാലങ്ങൾക്ക് ശേഷം, ഞങ്ങളെ പോലല്ല, പ്രൊഫഷണൽ അല്ലേ, ഹൈക്ക് ചെയ്താ കിതക്കണം. മദ്യപിച്ച് കഴിഞ്ഞാൽ ഛർദ്ദിക്കണം കേട്ടില്ലേ? അതേപോലെ ഹൈക്ക് ചെയ്താൽ പിന്നെ കിതക്കണ്ടേ? 10 അരമണിക്കൂർ റെസ്റ്റ് പണിയാണ് ഇവിടെ. ഈ ഞങ്ങൾ എടുക്കുന്ന റെസ്റ്റിൻ്റെ കൂടെ നിങ്ങളൊന്നും എടുത്തില്ല. നിങ്ങൾ പിന്നെ വെറുതെ ആവി അതിനോടെ. തംജി എന്താണെന്നറിയോ? തംജി ചെക്കൻ കഥക്കുന്ന അല്ല മോനെ, ഓൻ കിതക്കല്ലേ, പൈതലല്ലേ? സൗദിനെ കുറ്റം പറഞ്ഞിട്ട് എങ്ങനെ പറയണേ? സൗദി അങ്ങനെ പറഞ്ഞിട്ടാണ്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കേ.
നിങ്ങൾക്ക് ഞങ്ങൾ പോണ പാത കാണിച്ചു തരാം. കല്ലും മുള്ളും നിറഞ്ഞതാണ് സുഹൃത്തുക്കളെ. ഇതുണ്ടോ ഇങ്ങനെ പോവും, അതാണ് വിഷയം. അതെ. മാത്യു വീണു. മാത്യുവിനെ പറയുമ്പോൾ പിന്നെ മാത്യുവിനെ കണ്ടില്ല സുഹൃത്തുക്കളെ. മാത്യു ആണെന്നറിയോ? ജിത്തുവിന്റെ ചങ്ക ഫ്രം All the ന്യൂയോർക്ക്. flavor. വൺ ഗായ്, ന്യൂയോർക്ക്. നമ്മളൊരു പയ്യനുണ്ടായിരുന്നു മാത്യു ഫ്രം ന്യൂയോർക്ക്, വർക്കിംഗ് ഇൻ എയർലൈൻ. ചെക്കൻ മൂടി കയറിപ്പോയി. ചെക്കൻ ആശിക്കെ ഒരു കാര്യം പറയണ്ടേ, ബൈസപ്സ് ജുംബ ബൈസപ്സാ കിട്ടില്ല സാധനം. നല്ല മേലെന്ന് കാണാ ചെക്കന്. നമ്മള് അല്ല പ്രത്യേകം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ? ഹി വോണ്ട് ബി ടേക്കിംഗ് എനി നാപ്പ്. ഇഫ് വി സീ ഹിം സ്ലീപ്പിംഗ് ഹി മൈറ്റ് ബി സോൺഡ് ഔട്ട്. അപ്പൊ ഒന്ന് പോലീസിനെ വിളിച്ചോളാൻ പറഞ്ഞു. ചെക്കൻ അത്ര കോൺഫിഡൻറ്റോടുകൂടെ പറയണേ, മനസ്സിലായോ? അടിച്ച് കയറും എന്നുള്ളൊരു ഉള്ളിലുണ്ടാവണ്ടേ. ജിത്തോ ഈ ഷോർട്ട് കട്ട് എടുത്തുവോ? ഇല്ലേ? ഓ ജിത്തേ എടാ കുട്ടു അങ്ങനെയുണ്ട് പുതിയ കൂടാ. കുട്ടു കോഡ് വേർഡ് കുട്ടു. അതെ കുട്ടു ഇപ്പോൾ ഉറങ്ങാണേ. കൊച്ചുവിൻ്റെ കുട്ടു എന്നും നേരത്തെ എണീക്കും, എന്നിട്ട് ഇങ്ങനെ നിൽക്കും ടട്ടേ. ആശിക്ക് ഒരു ടിപ്പ് പറഞ്ഞിട്ടേ, എനിക്ക് ശരിയാണോന്ന് അറിയില്ല. ഹൈക്കുമ്പോഴേ നമ്മൾ വെറുതെ സംസാരിച്ചിട്ട് എന്തെങ്കിലും നമ്മൾ ഈ കെതുക്കണ മൈൻഡിൽ മാറി കഴിഞ്ഞാൽ നമുക്ക് നടക്കാം. അനക്കിപ്പോ തോന്നിയതല്ലേ? അല്ല, ഞാൻ 3-4 പ്രാവശ്യമായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ പറഞ്ഞേ പിന്നെ മണ്ടത്തരാവെന്ന് വിചാരിച്ചു പറയാതെ. കാരണേ ഒഴിവാക്കടാ, കുട്ടികൾക്ക് അറിയണല്ലോ അതൊക്കെ. പിന്നെ ഞാൻ പോവാൻ നമ്പറുണ്ടോ? നമ്പറൊന്നുമില്ല കൽബേ. ഇവിടെ നമ്മളെ മാർക്കുണ്ട് ഹൈക്കേഴ്സിന്. അല്ലടാ അതൊരു അതിൻ്റെതാ. നിന്നെ പോലുള്ള സാമൂഹ്യ വിരുദ്ധർ ഇതിനെ ഇവനെ പോലുള്ള സാമൂഹ്യ വിരുദ്ധർ ചിത്തോ ശീലം പറയല. ഏയ് ഇവിടെ ശ്രദ്ധിക്കും. പിന്നെ ഹൈക്കിങ്ങിന് വരണേ ആദ്യമായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെയുള്ള ഓരോ പോയിന്റുകൾ ശ്രദ്ധിക്കാം. ഇത് നമുക്ക് റൂട്ട് കാണിച്ചു തരണേ. അല്ല ഇത് പറയേ, ഏതാ നമ്മൾ ആദ്യം വന്നിറങ്ങിയപ്പോൾ ഉള്ള സംഭവം? വന്നിറങ്ങിയപ്പോ എത്ര മണിക്ക്? നമ്മൾ ഒരു 5:30 ആയപ്പോ നമ്മളിവിടെ എത്തിയാണ്. 5:30-6 മണിയാകുമ്പോ 5:30ക്ക് എത്തി. ഒരു അരമണിക്കൂർ 20 മിനിറ്റ് നമ്മളെന്തായി പോയില്ലേ? ഒന്നടി പോയിന്ന്. ഇല്ല ഇത് ഇവിടെ ചെക്കാവും. അപ്പം ബാക്ക് ടു സ്റ്റോറി. ഫുൾ സ്ക്രാച്ച് അല്ല അതൊന്നും ഷർട്ട് ഇടില്ല, അതുകൊണ്ട് എന്തായാലും ഉണ്ടാവും. ജിത്തോ നോക്കി നടക്കട്ടെ. ഇപ്പോൾ ബാക്ക് ടു സ്റ്റോറി. നമ്മളൊരു 5:30 ആയപ്പോൾ നമ്മളിവിടെ എത്തി. ഓക്കെ, അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ 20 മിനിറ്റോളം നമ്മൾ റൂട്ട് തേടി നടന്നു, അലഞ്ഞു. ഒരു 20 മിനിറ്റ് മാക്സിമം. അതെ, നമുക്ക് ഭായിമാരെ കിട്ടി. ഓല് നേരെ അറബിയ പറഞ്ഞു. ഓല് വിചാരം നമുക്ക് അറബി അറിയുന്നു. എവിടെ അറബി അറിയുന്നു? പിന്നീട് ഹിന്ദി അറിയുമെന്ന് ഓലോട് ചോദിച്ചപ്പോൾ ഓല് ഓക്കെ മച്ചാ ഇതൊക്കെ നോക്കിട്ടോ ഡൗട്ടല്ലേ, ഫ്രഷ് കാർഡ്. അങ്ങനെ പിന്നെ ഓല് ഹിന്ദി പറഞ്ഞു മനസ്സിലാക്കി. ദൂരത്തൊരു വലിയ പാറ കാണിച്ചെന്ന് പറഞ്ഞ് അതിമേന്ന് അങ്ങോട്ട് തുടങ്ങിക്കോ മക്കളെ. അത് നോക്കിട്ടോ ആശിക്ക്. ആ പാറ കഴിഞ്ഞിപ്പോ പോയി. വേറൊരു കാര്യമുണ്ട്, ആ പാറ കഴിഞ്ഞിട്ടിപ്പോൾ 5 കിലോമീറ്റർ അടുത്താവനെ. പോകുമ്പോൾ ഒരു പ്രശ്നമല്ല, പക്ഷെ ആ വലിയ ലോങ് സ്റ്റെപ്പ് വരുമ്പോഴാണ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട്. ചെറിയ സ്റ്റെപ്പ് മറ്റേ വലുതാണ്, നമ്മൾ എടുത്ത് വെക്കണം. ഇത് നമ്മൾ ഓരോ സ്റ്റെപ്പിൽ 2 സ്റ്റെപ്പ് വെക്കേണ്ടി വരും. അതെ, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ പോകണ്ടേ, അപ്പോൾ സ്ലോ ആവും. മറ്റേത് നമ്മൾ ചെറുത് ഇങ്ങനെ വെച്ചു പോവാം. ഒന്നും തുടങ്ങിയില്ലേ? ഓ
അവിടെ ഒന്ന് ശ്രദ്ധിക്കാം. സ്റ്റെപ്പ് പിടിച്ചോ. അല്ല അതോ മിസ്റ്റർ ഗ്രാൻഡാഡ്, മാത്യു ഇവിടെ കൈ വെച്ചു. പാട് മുമ്പ് പോയി ഈ മുമ്പ് ഇനി കുറേ ആയില്ലേ എൻ്റെ ചിത്തുവിനെ പിടിക്കുന്നു. ഓക്കെ നമ്മൾ വീണ്ടും മല എന്താവും? അങ്ങനെ നടക്കാനെ. നോക്കാം അടുത്ത പോയിന്റ് എത്താനേലേ. അങ്ങനെ ഒരു ഇങ്ങനെ നടക്കാൻ പറ്റില്ല. ആ കാണുന്ന സ്റ്റെപ്പാണെന്ന് തോന്നുന്നു സ്വർഗത്തിലേക്കുള്ള അവസാനത്തെ പരീക്ഷണം അല്ലേ? ആവൂലടാ, 5 കിലോമീറ്റർ ആവുള്ളൂ. പിന്നെയാണെങ്കിൽ 10 കിലോമീറ്റർ ആയിരുന്നു. നൊന്തല് പാമ്പെന്നാ നോക്കുക. സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ ഇങ്ങനെ നിൽക്കണം അല്ലേ? ഈ പാറമേ ഇതുമ്പോൾ ഇങ്ങനെ നിൽക്കണം. ഷാറൂഖ് ഖാൻ്റെ പോസ്റ്റ് കൊടുക്കണം. നമ്മൾ പറഞ്ഞ കോണിപ്പടി എത്തിയിരിക്കുന്നു. ഇരിക്കണ്ട എത്തി. സദാ പിന്നെ മണിയോ തൊട്ട പിന്നാലണ്ടാ പണിയില്ല. പുലിക്കുട്ടിയാടാ അത്, പുലിക്കുട്ടി. മൂർത്തികളെ വരുന്നു. മണി ജിത്തേ പിന്നെ പൊന്നു മക്കളെ, ഗൈസ് 15 minutes recess. അൽ മദീന. ഇനിയുണ്ട് മേലേക്ക്. ഏയ് അവിടെ എന്തുണ്ട് ട്ടോ അങ്ങ് ദൂരെ. ഭാഗ്യം കുത്തി വെക്കാൻ
മണിയും എത്തി. അവൻ വിൻ ചെയ്തടാ. അവൻ വിൻ ചെയ്തടാ. ചാത്തന്മാരെ കഴിവാണ്. വന്നപ്പോ തന്നെ ചാത്തന്മാരെ സൗണ്ട് കേട്ടില്ലേ? എത്തക്കട്ടെ. ഇത് വേറൊരു സാധനം എത്തിച്ചോ. വേഗം ഇവിടുന്ന് പൊട്ടുന്ന നോക്കിയോണ്ടേ. ഷാറാടാ നീ മക്കളെ. MDM ഒന്നല്ല സാധനം. മനസ്സിലാവുള്ളൂ. ഹൈക്ക് ചെയ്യാൻ വാ, അപ്പൊ മനസ്സിലാവും. അല്ലേ ലഹരിയൊക്കെ ഇങ്ങനെ ആക്കി ലഹരി എടുക്കണോടാ. മറ്റേ മൂടേ താഴ്ന്ന് നോക്കുമ്പോ ചുറ്റും മലയാളാകുമ്പോ വെറുതെ മേലെ പോകുമ്പോ നോക്കുമ്പോ ഏതോ ട്രിപ്പ് ഫസ്റ്റ് നമ്മള് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ നോക്കുമ്പോ വെറുതെ മേലെ കൂടി ചുറ്റുപാട് നോക്കുമ്പോ തല മിന്നോ. ജിത്തുനൊരാഗ്രഹം ഉണ്ടാ. ജിത്തേ മേലെ തൊട്ടപ്പുറത്ത് കടലാ. പക്ഷെ കൊടുക്കടാ എന്റെ ചെക്കന്. വിന്നറാടാ അവൻ. വിന്നറോ? ഹൈക്കറാടാ. അടി ട്രിപ്പ് ആവട്ടെ. സീനാണ്. ഇനി എത്ര കയറാണ്ട്? 2.5 കിലോമീറ്റർ. 4 3 കിലോമീറ്റർ ഉണ്ട്. ഇല്ലില്ല കഴിഞ്ഞിട്ടില്ലടാ. തലക്കിട്ട് ഞാൻ വെക്കും. ഈ അവിടെ ആ മരത്തിന്റെ അവിടെ പോയിന്റ് ലാസ്റ്റ്. ഇതാ ഇങ്ങനെ പോകുന്നില്ലല്ലോ. ഇങ്ങനല്ലേ പോകുന്നേ? ഇതാ എന്ത് ചെയ്യാനടാ. ഇറങ്ങണത് സിമ്പിളാടാ. ഇറങ്ങുമ്പോ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ? ഇറങ്ങുമ്പോ മുട്ടിനെ ഭയങ്കരമായിട്ട് സൂക്ഷിക്കുക. ഇറങ്ങുമ്പോഴാണ്, കയറുമ്പോൾ പ്രശ്നമില്ല. പക്ഷെ ഇറങ്ങുമ്പോൾ ഒന്ന് സ്ലിപ്പ് ആവുന്നുണ്ട്. പടം മറിയല് മുട്ട് പോലൊക്കെ ഇറങ്ങുമ്പോഴാണ് കറക്റ്റിന്. പിന്നെ പ്രത്യേകിച്ച് ഷൂ സുഖമുള്ളതല്ല. എല്ലാവരും ഷൂവും ഹൈക്കിങ്ങിന്. ആരും ഷൂവും ഹൈക്കിങ്ങിന്റെ ഷൂ അല്ല, സ്പോർട്സാ, റണ്ണിങ്ങാ. ജിത്തുവിന്റെ മറ്റേതാ. ഹൈക്കിങ്ങിന് അഫ്രാസിനെ. അതല്ല മറ്റാള്. സംജു വെള്ളം കൂടി കഥയിട്ട് പറയും. സിംഗം. നമ്മളൊന്നും കൂടെ കയറട്ടെ. ഹൈക്കിൽ ടോപ്പിലെത്തിയിട്ട് ഒരു വിഷയമുണ്ട് സുഹൃത്തുക്കളെ. എല്ലാം ആവതില്ലാതെ എങ്ങനെ കയറാച്ചെന്ന് പറഞ്ഞു. പഠിച്ചോ എന്ത് ചെയ്യാ. ഈ വ്യൂ ആസ്വദിച്ചോ. കറക്റ്റ് മലന്റെ ഇവിടെ വന്നാല ഇവന്റെ ഒക്കെ ഒരു ചിന്ത. ഒക്കെ ഇത്രയും ഹൈറ്റിൽ വന്നു കണ്ട ആ ഈസിനെ സിംഗത്തിനൊക്കെ തിന്ന ജിത്തുവിന്. ആ കുട്ടൂനെ ഒന്നും അറിയാത്ത പാവം കുട്ടൂനൊക്കെ പറഞ്ഞ ആൾക്കാരൊന്നും. അതെ. എന്നിട്ട് ഓല ഇറച്ചി. പക്ഷെ വേറൊരു ഒരു പട്ടിനെ കുണ്ടിക്കിട്ട് പൊട്ടിക്കാണ്ട്. കൊച്ചുനെ ഓനെ ട്രക്കിങ് ഹൈക്കിംഗ് ആണെന്ന് പറയാ. പപ്പ മുങ്ങിയടാ. ആ സ്പോട്ട് കാണിച്ചപ്പോ തന്നെ മുങ്ങി. 7 കിലോമീറ്റർ ഞാനില്ലടാ. അതാ പറഞ്ഞു വെറുതെ കല്ലെടുത്ത് തലക്ക്. ജിത്തോ പ്രൊഫഷണൽ. ഇതിപ്പോ ആലോചിച്ചോ. മാത്യു മേലെ ആരോ വിളിക്കണ്ട്. ഓഫീസ് എന്നതാടാ കൊച്ചിനെ. ഹൈക്ക് ചെയ്ത് എവിടെ എത്തിയെന്നറിയോ? സ്വർഗത്തിൽ ഇപ്പൊ എത്തും. ഇപ്പോഴാണ് എനിക്ക് വേ ടു ഹെവന്റെ അർത്ഥം മനസ്സിലായത്. വലിപ്പില് കാറ്റിന്റെ പെട്ടി. എടാ ചിത്തുമോനെ, ഇപ്പഴാ ശ്രദ്ധിക്കട്ടാ. എടാ ഇപ്പോഴാണ് എനിക്ക് വേ ടു ഹെവന്റെ അർത്ഥം മനസ്സിലായത്. ഇത് കേറി അങ്ങോട്ട് എത്തുമ്പോഴേക്കിന് ആള് ചത്ത്. 6 മണിക്ക് തുടങ്ങിയ ഹൈക്കിങ് 8:30 ആയി. അതാ എന്നോട് എന്താ പറഞ്ഞേ? എന്നോട് എന്താ പറഞ്ഞേ? ഞങ്ങള് അതെന്നോട് പറഞ്ഞോ? ഇല്ലല്ലോ. എന്നോട് എന്താ പറഞ്ഞു? കേറാൻ പറഞ്ഞോ? എടാ അണ്ടി ജിത്തു കട്ടല്ലേ ക്യാമറ. കല്ലെടുത്ത് തരല്ലേ അത് പറഞ്ഞത് അവനോട് വെറുതെ. എടാ പ്രൊഫഷണലിസം പാലിക്ക്. ഹൈക്ക് ചെയ്തിട്ടൊന്നും കിട്ടണില്ലല്ലോ പഠിച്ചതിന് വായില്. പറയാൻ വയ്യേ. നമ്മക്കേ
ഞാൻ അങ്ങനെ വരും പാലിച്ച്. നാട്ടിൽ രണ്ട് ട്രെയിലർ ഇൻസുലേറ്റ് ഒക്കെ എടുത്തു വെച്ചാലോ, വെറുതെ എടുക്കട്ടെ, കുറച്ച് പൈസ ഇൻസുലേറ്റ് ഒക്കെ വെച്ച് കിടന്നോട്ടോ. അവിടെ ഇതടാ ഈ മീനെ കൊണ്ടുവന്നില്ലേ, അവിടെ ഇൻസുലേറ്റ് എന്നാ പറയുന്നത്. ഷൂ മോനെ, മാക്സ്, എയർ മാക്സ് സ്നീക്കേഴ്സ് ഒക്കെ ഇട്ടിട്ട് ഹൈക്കിങ് അറിയും. ഇതേതാ സാധനോ? ഇത് അഡിഡാസ്. ഇതിന്റെ കോപ്പി അറിയും അബിബാസ്. ജിത്തോ മറ്റേ ഡയലോഗ് ഉണ്ടല്ലോ ഓടിച്ചു, അതും മറന്നു. തലവന്തിക്ക് ഞാനല്ലേ തീയിൽ കുരുത്തതാടാ, വെയിലത്ത് പാടില്ല. വാടാതിരുന്നാ മതി. ഓ മേലെ മേലെ വെയിൽ കൊള്ളുമ്പോ പഠിച്ചോളൂ. അവിടേക്ക് നോക്കുമ്പോ തന്നെ ആവശ്യത്തിന് വേണ്ടി റെസ്റ്റ് കിട്ടിയാണ്. രണ്ടും എടുക്ക് ചിട്ട്, എന്നിട്ട് വെക്ക് കുപ്പി. പറ എക്സ്പീരിയൻസ് പറ. ആഫ്റ്റർ 6 കിലോമീറ്റേഴ്സ് നമുക്ക് ഇനി മേലേക്ക് പോകാനുണ്ട്. പക്ഷെ മിക്കവാറും നമ്മൾ ഇവിടുന്ന് സൊല്ലിടും. പോണതിന് ഒരു പ്രശ്നമില്ല, പക്ഷെ വെയിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെയിലുള്ളതുകൊണ്ട് മാത്രം നമുക്ക് അതന്നെ പ്രൊട്ടക്ഷനുള്ള ഈ സാധനങ്ങളൊക്കെ ഇട്ടിട്ടു സീന്. പിന്നെ ഒന്നാമത് നമ്മള് എന്താണ് അഭിപ്രായം പറയാം ചെയ്ത് ഇത്രയും കയറി കഴിഞ്ഞിട്ട് എന്താണ് തോന്നുന്നത്? അതായത് ഈ ഒരു പരിപാടി ഉണ്ടല്ലോ, ഒരു പരിപാടി എല്ലാവർക്കും പറ്റൂല. കൈ പിടിച്ച് അയാളെ വെക്കൊന്നും വേണ്ട, ഇനി അടുത്ത ആളെ കൊടുക്കണ്ടേ? എന്താണെന്ന് വെച്ചാൽ കയറിയതിൻ്റെ ഒരു ബോധരഹിതമുണ്ട്. തല ഇറങ്ങണ്ടോ? തല ഇറങ്ങാൻ എന്തോ ഒരു ട്രിപ്പ് ഉണ്ട്, ട്രിപ്പുണ്ട്. വേറെ ഏതോ ലോകത്താണ്. മണിയൊക്കെ ലോസ്റ്റാ, മണീനൊന്നും നോക്കണ്ട. ഗുരു സിനിമയിൽ പറയില്ലേ, താഴ്വാരങ്ങളിലേക്ക് ഞാൻ വീണു. ആ സംഭവം പോലെ ആയിപ്പോയി. നമ്മൾ താഴ്വാരൻ്റെ മേലെത്തി പോയി. ഗുരുവിൽ മോഹൻലാൽ വീണു സ്വപ്നത്തിൽ, നമ്മളിത് മേലെ കയറി. പറഞ്ഞെന്തായിരുന്നു, ഇത് എല്ലാവർക്കും പറ്റിയ പണിയല്ല. കുറച്ച് ആരോഗ്യം മാത്രമല്ല, ആരോഗ്യമല്ല, അതായത് ഫിറ്റ്നസ് വേണം. ഭയങ്കര ഫിറ്റ്നസ് വേണം. കയറി പോരണം അങ്ങോട്ട് തളരാണ്ട്. മൊത്തം 7 കിലോമീറ്റർ ആണ്. എന്താ പറയാ, ഇപ്പോ കൃഷ്ണ നന്ദു കൊണ്ടുവന്നില്ലാന്ന് പരാതി പറയുന്നുണ്ട്. ഓൻ്റെ അടുത്ത് ഈ സാഹചര്യത്തിൽ നിങ്ങൾ പറയാണ്ടോ? ഓൻ്റെ അടുത്ത് വരണം, എക്സ്പീരിയൻസ് ചെയ്യണം, അതൊക്കെ സാധിക്കും. അത് ഓരോ കാറ്റഗറി അല്ലേ. ഇപ്പം നമ്മളിവിടെ ഒരു 6 കിലോമീറ്ററിൽ നിന്ന്, ചിലരൊരു 3 കിലോമീറ്റർ ആകുമ്പോൾ നിൽക്കും, 2 കിലോമീറ്റർ നിൽക്കും. നമ്മളെ കൂടെ ഫസ്റ്റ് ഉണ്ടായ മാത്യു ചിലപ്പോൾ ആ 7 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്ത് ആ ടോപ്പിലുണ്ടാവും. അത് സാധിക്കുന്നുണ്ട് കേട്ടോ. ഇല്ലയോ? പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഇതിൻ്റെ മേലെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. ആണ്, അവിടെ ഒരു ആളനൊക്കെ ഉണ്ട്. അവിടെ ആളെ വീടാണത്. ഇയാൾക്ക് അവിടെ കൃഷി ചെയ്യാനൊരു വകുപ്പില്ല. ആടിനെ വയ്ക്കുക, എന്നിട്ട് അതിനെ പാല് കുടിച്ച് ജീവിക്കാല്ലേ? അറന്നതിനെ ശരിയാവില്ലല്ലോടാ. അരി വേണ്ടേ? ഓൺലി മീറ്റ്. ചിലപ്പോൾ ബ്രെഡ് ഓംലേറ്റ് അവിടെ മറ്റേ നമ്മൾ വരുന്ന മറ്റേ ഇതൊക്കെ കണ്ടില്ലേ, ഇതോട് പരുത്താ അത് കല്ലിൻ്റെ മുകളിൽ വെട്ടും ബ്രെഡ് ഓംലേറ്റ്. പല രീതിയിലുള്ള ഹൈക്കിങ് നമ്മൾ ചെയ്തു, ട്രക്കിങ് നമ്മൾ ചെയ്തു. പക്ഷെ ഇത് ഈ ഒരു കൈൻഡ് ഓഫ് ഒരു 1 കിലോമീറ്റർ കുറച്ച് മാറി പ്ലീസ്. ടൈം ഒരു 3:30-4 മണിക്കൊക്കെ എത്തണ്ടായിരുന്നു. പ്രധാന ഘടകമാണ് ടൈം. 7 കിലോമീറ്ററിന് ട്രക്കിംഗ് എന്ന് പറയുമ്പോൾ പക്ഷെ നമ്മൾ ലേറ്റ് ആക്കാൻ ഒരു ചെറിയ കാരണമുണ്ട്. ഞാൻ നെറ്റിൽ നമ്മൾ ലേറ്റ് ആക്കാനുള്ള കാരണം ഒന്ന് ലാഗ്. നമുക്ക് മുടി സെറ്റാക്കണം, മറ്റേത് സെറ്റാക്കണം, കുഞ്ഞിനോട് ഉറക്കാൻ പറയണം. നമ്മള് അവിടുന്ന് വരുമ്പോ വിളിച്ചതാ റെഡിയായിന്ന്. പിന്നെ ലാഗ് ആക്കാനുള്ള ഒരു കാരണം ഉണ്ടാ, മാപ്പിൽ നമ്മൾ ഈ സ്പോട്ട് നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴേ ഈ സ്പോട്ടിലുള്ള ഹൈക്കിങ് 8 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യലെന്ന് പറഞ്ഞിട്ടാണ് അതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായത്. അത് ഏതാ കാലം? അത് മൊത്തത്തിലുണ്ട് എല്ലാ ദിവസവും. അത് സൺഡേ മൺഡേ എല്ലാ ദിവസവും 8 അത്
ഇവരെന്നെ അപ്ഡേറ്റ് ചെയ്താൽ തോന്നുന്നുണ്ട്. ഇന്നിപ്പോ ഒരു ടീം അവിടെ നിന്ന് കയറിയല്ലോ. ഈ ഒരു ടൈമിൽ കയറിയാലും കാണാൻ ഭംഗി ഉണ്ടാവുക, പറയാൻ പറ്റില്ല. നമുക്ക് ഇറങ്ങുമ്പോ മറ്റേ നമുക്ക് കയറി നോക്കിയാലോ മേലക്കോ മറ്റേ മൈൻഡ്. അതെന്താന്നറിയോ, ഈ വെയിലില്ലായിരുന്നെങ്കിൽ നമുക്ക് കേറായിരുന്നു. കാരണം വെയിലാകുമ്പോ എന്താന്നറിയോ തല കറങ്ങും. കണ്ണും പൂട്ടി നമ്മൾ. ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാല് ഈ സ്ഥലത്തിന്റെ പേര് തന്നെ സ്റ്റെയർവേ ടു ഹെവൻ എന്നാണ്. പറയണേ മേലെത്തുമ്പോ ആള് പടിയെ മേലക്കും. മേലെത്തിയാല് അവിടെ തന്നെ നേരെ പോകുന്നു. സംഭവം എന്താന്നറിയോ സ്റ്റെയർവേ ടു ഹെവൻ. ഇതൊക്കെ കഷ്ടപ്പെട്ട് നമ്മൾ മേലെത്തിയിട്ട് ഒരു വ്യൂ കാണും. ആ വ്യൂ കണ്ടു കഴിഞ്ഞാല് ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് കയറി. ഇനി എനിക്ക് ഇത് ഇറങ്ങാൻ വയ്യ, ഞാൻ ഇവിടുന്ന് ചാടി ചാവാൻ പോവാ. പിന്നെ ഇതില് ഇത്രയും മലജ് കാണുന്നില്ലേ ഇവിടുന്ന് ഇങ്ങോട്ട് എന്ത് കാണാൻ? അവിടെ കാറല്ല ഇപ്പുറത്തെ സൈഡിലാണ്. ഇവിടാണോ ഇത് എടുക്കണേ? അവിടെ നോക്കിട്ടോ എത്രയാണ് ഇത് വെയിറ്റ്? ഞാൻ ഹട്ടിലൊക്കെ എടുക്കണ്ടാവും. ഒരു കാര്യം പറയട്ടെ, ഈ മലന്റെ പേരെന്താ? ജബൽ അൽ ഹരീം. നമ്മൾ ജബൽ ജയ്സ് വിട്ടോ. ജബൽ ജയ്സ് എവിടെ എടുക്കണേ? ജബൽ ജയ്സും ഇത് തമ്മിലൊരു കണക്ഷൻ. എത്ര മല കഴിഞ്ഞു ഇപ്പൊ നമ്മള്? 6 ഏഴെണ്ണം. നമ്മള് 5 കഴിഞ്ഞു. ഇത് മറ്റേ ഇപ്പം പറഞ്ഞ ദിലീപ് പറഞ്ഞ മാതിരിക്കേ 2 വളവ് കഴിഞ്ഞാൽ വീടെത്തി. 2 വളവ് ഓരോ കിലോമീറ്റർ കഴിഞ്ഞാൽ മാത്രം. ആശികേ പറയും അനക്കല്ലൊരു പൂതി ഉണ്ടായിന്. എന്ത്? നമ്മള് ഇതിന്റെ അറ്റത്ത് എത്തണം. UAE അതെത്തില്ലേ? അതെത്തി. പക്ഷെ വേറൊരു കാര്യം, വണ്ടി കൊണ്ട് നമ്മൾ ഇറങ്ങിയിട്ട് ഞാൻ അറ്റത്ത് പോകും. എന്റെ സോദേ അത് അറ്റൻഡ് ചെയ്യും. നമ്മള് ഇറങ്ങിയിട്ട് നല്ല ഒമാൻ ബോട്ട് പോയിട്ട് ഒമാൻ ബോട്ട് പോയി വരാം. പാസ്പോർട്ടില്ല, അല്ലെങ്കിൽ മുസാണ്ടം കയറായിരുന്നു. ആ അജി പോയി ഓംലേറ്റ് ഓർഡർ ചെയ്യും മേലിന്. ഇറാൻ പോയാലോ? അലിനെ വിളിക്കും. ഇറാനോ? ഇപ്പം പോണോ? വിസ കാത്തിക്കണ്ട അവിടെ മാത്രം. അല്ലാ ഒന്നും പറയണ്ട. ചെയ്യാന് കണ്ണട വെക്കാം. വിഷം അറിയണ്ട കണ്ണില്. വെയിലത്തിന് ഇറങ്ങണ്ടേ? അതാണ് സീൻ. ഞാനില്ലേ ഈ അടുത്തൊരു വീഡിയോ ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാല് മനുഷ്യന്മാർക്കില്ലേ ഏറ്റവും കൂടുതൽ താങ്ങാൻ പറ്റുന്ന വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 500 kg ആണ്. മറ്റേ ആ ചങ്ങായിന്റെ ആ ചങ്ങായി ആ വീഡിയോ ഇല്ലേ പറയുന്ന വെച്ചാൽ ഈ ചങ്ങായി 500 kg മേലേക്ക് പൊക്കിയാണ്. ബിക്കോസ് ഇയാൾ മൈൻഡ് സെറ്റ് ചെയ്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിനാണ് ഇയാൾ പൊക്കണത്. ഈ വണ്ടിന്റെ താഴെ കിടക്കുന്നത് ഇയാളെ മോളാണ്. ഓക്കെ, അപ്പൊ ആ മൈൻഡ് സെറ്റിൽ 500 kg മേലേക്ക് ഈ ചങ്ങായി എന്ത് ചെയ്തിന് വെയിറ്റ് പൊന്തിച്ചു. അപ്പൊ ആ മൈൻഡ് സെറ്റ് വെച്ചിട്ട് ഇത് കേറാൻ പറയണേ. ആ മൈൻഡ് സെറ്റ് കേറാൻ പറ്റും. എനിക്ക് മൈൻഡ് സെറ്റ് ഉണ്ട്. ഉറപ്പാ കേറാൻ നമ്മളത് ആ ഹട്ടിക്കും കയറുന്നുണ്ടല്ലോ. അതിന്റെ ടോപ്പ് ഇവിടെ അവിടെ ഒരു സാധനം കാണും. മൈൻഡ് സെറ്റ് ഉണ്ട്. അവിടെയും കയറും. എന്റെ സുഹൃത്തിനോടും കൂടെ എന്റെ സുഹൃത്തും വഴികാട്ടിയുമായ കേറിയപ്പോ മുതല് സൗദിനെ വെക്കണതാ. സൗദ് ഭംഗി സൗദിന് വയ്യ. സൗദിന് വെള്ളമാണോ? ഇതന്നെ ശരിക്കും പറഞ്ഞ എല്ലാരും തളർന്നു. കുറച്ചൊരു 2 മിനിറ്റ് മുമ്പ് ഇതൊന്ന് ഡൗൺ ആവണമെന്നുള്ളൂ, വേറെ ഒന്നുമല്ല. എല്ലാരും ഈ ഹൈക്ക് ചെയ്തിട്ട് ആരും തടികൾ കാത്ത ആൾക്കാരാണ്. ഒരു പ്രശ്നമില്ല, ഞാൻ ആട്ടില് കിടന്നോളാം. നമുക്ക് നിങ്ങൾ 2 ആളും കയറുക. നിങ്ങൾ 2 ആൾ ആൺകുട്ടികളാന്ന് തെളിയിക്കും. ഡയലോഗ് അടിക്കാം. തെളിയിക്ക് കാണിച്ചു വേണ്ട. ഇപ്പൊ കുറവുമില്ല. ചിരിപ്പിക്കല്ലേ, വള്ളം വളർത്തി പിടിക്കും. രാവിലെ ഒരു കഷ്ണം ക്യാരറ്റ് 4 ലിറ്റർ വെള്ളം. ഞാനാ മറ്റേ ഫ്രാൻസിസ് സാൻഡ്വിച്ച് കഴിക്കുമ്പോ ഞാൻ വിചാരിച്ചെന്നറിയോ, ഇത് വയറ്റി കെടുക്കുമല്ലോ ദമ്മെന്നൊക്കെ. അതൊക്കെ കറാമെത്തിയപ്പോഴേക്ക് കത്തിപ്പോയി. അതാണ് പോ. പക്ഷെ
നമ്മളെല്ലാ പ്രാവശ്യം കിട്ടോ ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഓറഞ്ച്, പഴം. ഇപ്രാവശ്യം നമ്മൾ ഒന്നും എടുത്തില്ല അല്ലേ? ആകെ 2 റെഡ് ബുൾ അടിച്ച് വന്നിക്ക. ഇതോടെ നമ്മള് തീരുമാനിച്ചെന്താ അറിയോ, ഹൈക്കിങ്ങിന് നമ്മള് ഫ്രൂട്ട്സ് ഉണ്ടാവും. ഹൈക്കിന് ഹൈ കാർബുള്ള ഫുഡ് കൊണ്ടുവരണം എനർജിക്ക്, അല്ലെങ്കിൽ പണി കിട്ടും. സൂര്യൻ മേലെത്തി തൊട്ടടുത്തെത്തി. ഇനിയിപ്പോ വെള്ളം റെഡി ആയിക്കോ. ഞാൻ അറിയട്ടെ, ഒറ്റ മൈൻഡ് നേരെ ഹട്ടിൽ പോവാ, കെട്ടുന്ന് റെസ്റ്റ് എടുക്കാം കുറച്ചു നേരം. എന്നിട്ട് ഒന്നുകൂടി വെയില ഉച്ചപ്പോ 40 ഡിഗ്രി വൈകുന്നേരം കേറിയിട്ട് മെല്ലെ ഇറങ്ങി വരാം. ഒന്നല്ലെങ്കിൽ ഒരു തീരുമാനം. കാരണം നമുക്ക് ഉച്ച വരെ അവിടെ വെയിറ്റ് ചെയ്യാം. ഇതാക്കാം വൈകുന്നേരം നമുക്ക് ആ ചങ്ങാനത് എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചോ. കുറച്ച് റൊട്ടി ഉണ്ടാവും ചിലപ്പോ. ആ റൊട്ടി അവൻ ചിലപ്പോ കണക്കൂട്ടി വെച്ചതായിരിക്കും. ജിത്തോ ആ പാലിലൊക്കെ പവർ ഉണ്ട് സാധനം. കാരണം ഇവിടെ മല കയറി കടന്ന ആടിന്റെ പാലാണ്. ഓനോട് വിചാരിക്കണ്ട തരണെന്ന് പവട് എന്നൊക്കെ പറയുന്നത്. ഓൻ എന്നിറങ്ങാൻ അതിന്റെ മേലെന്ന് ചിലപ്പോ ഈ ആഴ്ച വീക്കെൻഡ് കഴിഞ്ഞ് ഇന്ന് ഇരുന്നതോ മാസങ്ങളായിട്ട് ഇനി എന്താ പറയാ, അതിന്റെ മേലെ കേറിയ കാണാം. പണ്ട് നമ്മള് സ്പോട്ട്, ദിസ് ഈസ് എ സ്പോട്ട് ഇതാണ് നമുക്ക് ഇവിടെ നിന്നുള്ള വ്യൂ. ഇതിന്റെ കറക്റ്റ് വാല്യൂ അറിയണമെങ്കിൽ അങ്ങോട്ട് നിൽക്കണം. എത്ര ആളുണ്ട് എന്നുള്ള അറിയണമെങ്കിൽ. ആ കാണുന്ന വഴികളൊക്കെ നമ്മൾ കയറി വന്ന വഴികളാ. എന്താണ് സമ്മതിക്കണോട് നമ്മളെ തന്നെ സമ്മതിക്കണോട് ആദ്യം. അതാണ് നമ്മളെ തന്നെ സമ്മതിക്കണം. നമ്മൾ എത്ര വട്ടം ഇതിന്റെ ഇടയിൽ ക്വിറ്റ് ചെയ്ത് ഓരോ ഹട്ട് കാണുമ്പോൾ ഇപ്പൊ ഒരു 8 ഹട്ട് നമ്മൾ ഓരോ ഹട്ട് കയറുമ്പോഴും നമ്മൾ ക്വിറ്റ് ചെയ്തതാ. ഇപ്പൊ എത്രാമത്തെ ഹട്ടെത്തി എണ്ണ മറന്നു. ഗ്രേറ്റ് ജിത്തുമോൻ, ഗ്രേറ്റ് ആഷിഖ്, ഗ്രേറ്റ് സൗത്ത്, ഗ്രേറ്റ് തമു, ഗ്രേറ്റ് തമു. സമയം ആഷിഖ് സമയം എത്ര അറിയോ? 9:21. നമ്മള് കേറിയത് 6 മണിക്ക്. 3.25 മണിക്കൂറായിട്ട് ഞങ്ങൾ ഈ മല 3 മണിക്കൂർ 20 മിനിറ്റ് ആയിട്ട് 3 മണിക്കൂർ 20 മിനിറ്റ് ആയിട്ട് നമ്മളെ വണ്ടി ആ മലയുടെ അപ്പുറത്ത്. പക്ഷെ ആ മലയിൽ ഇങ്ങനെ കാണുമ്പോഴേ ആ മല ഉള്ളൂ. ഇതിന്റെ ഇടയിൽ കൂടെ ഒരു 4 മല വേറെ ഉണ്ട്. അതാണ് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ. അതായത് നമ്മള് ഇത് കൂടി ഇങ്ങനെ വന്നിട്ട് അവിടുന്ന് ഇങ്ങനെ പോയിട്ട് പോയി അവിടുന്ന് അങ്ങനെ പോയിട്ട് ഈ മലയിൽ കയറിയത് നമ്മൾ ഇത് കൂടി വന്നിട്ട് ഇങ്ങനെ വന്ന കേട്ടോ. നമ്മൾ അങ്ങനെ പോയിട്ട് അങ്ങനെ തമോ പ്ലീസ് സ്പീക്ക്. വിശക്കുണ്ടെന്ന് പറഞ്ഞു, വയറിനുള്ള. മനസ്സിനുള്ള വിശപ്പ് മാറിയത് എപ്പോഴാണ്? ഈ വ്യൂ എത്തിയപ്പോഴാ. കാര്യമായിട്ടൊരു കാര്യം ചെക്കൻ പറയുമ്പോ പാട്ട് പഠിക്കാം. കാണണ വനിയിലെ തേനാണോ കാമിനി നിന്നേതാണ് പറയൂ മനസ്സിൽ എന്താണ് പുള്ളിത്തട്ടമിട്ട് പണ്ട് പോരുമ്പോൾ പള്ളിക്കൂട വനിയിൽ നിന്നപ്പോൾ പുള്ളിമാനെ പോലെ വന്നില്ലേ കഥയാകെ കിസ് പറഞ്ഞില്ലേ. ആ അപ്പൊ എന്ത് ഇതാണ് നമ്മളെ കാണാത്ത കിനാവുകളെല്ലാം കണ്ട് ഇനി അടുത്തത് ഇറങ്ങാം. സ്വിമ്മിംഗ് പൂളിൽ ഒരു കുളി. അതാണ് അതിന്റെ ഒരു അവർ നെക്സ്റ്റ് പരിപാടി. ഗൈസ് ഞങ്ങൾ ഇറങ്ങുകയായി ഗൈസ്. ഇനി വെറും 700 മീറ്ററുകൾ മാത്രം. കൂട്ടും താഴ്ച. കാലിന്റെ തൊടുമ്പോ ചെറിയ വേദന ഉള്ളൂ. ഇറങ്ങാൻ എന്താ പ്രശ്നം അറിയോ? വൻ പ്രശ്നം.
പ്രശ്നം വെച്ച് പറഞ്ഞു കഴിഞ്ഞാല് ആങ്കിള് പോവുക, മുട്ട് പോവുക, മുട്ടുക്ക് വെയിറ്റ് കൂടുക, ഒന്ന് തെന്നി കഴിഞ്ഞാൽ സ്ലിപ്പ്. വയസ്സോ പ്രായമായി തേയ്മാനം മുട്ടിന് തേയ്മാനം. പ്രശ്നമൊന്നുമില്ല. ആ ശരി എന്നാ. അഷിക്കേ ഫൈനലി ഞങ്ങളെത്തി ബോയ്സ്. വീഡിയോയില് കിട്ടിയില്ല. പോട്ടെ, കിട്ടില്ല, വണ്ടി ഉണ്ട് അത്യാവശ്യം. പിന്നെ ആട്ടിലൊക്കെ നമ്മൾ തന്നെ നോക്കണേ. ഇതോ അവിടെ കോടയടാ, അതാ കോടയടാ.